നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യ 14-ാം റൗണ്ട് പിന്നിടുമ്പോൾ ലീഡ് നില 10,000-ന് മുകളിലേക്ക് ഉയർത്തി UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. LDF ലീഡ് പ്രതീക്ഷിച്ച സ്വരാജിന്റെ സ്വന്തം നാടായ പോത്തുകല്ലിലും UDF ലീഡ് നേടുകയാണ്. നിലമ്പൂർ നഗരസഭയിലും UDF മുന്നേറ്റം കാഴ്ചവെച്ച് മുന്നേറുകയാണ്. 15,000 വോട്ടുകൾ ഇതിനകം നേടാൻ PV അൻവറിനും സാധിച്ചിട്ടുണ്ട്. 58,000-ന് മുകളിലാണ് ഇതുവരെ ആര്യാടൻ ഷൗക്കത്ത് നേടിയ വോട്ടുകൾ. 47,000-ന് മുകളിൽ വോട്ടുകൾ നേടി M സ്വരാജ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. 15,000-ഓളം വോട്ടുകൾ നേടാൻ PV അൻവറിനും സാധിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ മിക്ക പ്രദേശങ്ങളിലും UDF മുന്നേറ്റം തന്നെയാണെന്ന് പറയേണ്ടി വരും. LDF മുന്നേറുമെന്ന് പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ പോലും UDF മുന്നേറുകയാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി M സ്വരാജ്, UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്, സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ, NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എന്നിവരാണ് പ്രധാനമായും മത്സര രംഗത്തുള്ളത്. ആകെ 10 സ്ഥാനാർത്ഥികളാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്ന PV അൻവർ 2016-ലും 2021-ലും നിലമ്പൂരിൽ വിജയിച്ചിരുന്നു. ഇടതുപക്ഷവുമായി ഉണ്ടായ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് PV അൻവർ രാജിവെച്ചതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങിയത്.